ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 4. ദൈവശബ്ദം കേൾക്കുക. യോഷിയാവ് നെഖോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ അവൻ മെഗിദ്ദോ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ ചെന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 35 അധ്യായം 22 വാക്യം. ഞാൻ വീട്ടിൽ നിന്ന് കോളേജിലേക്കും പിന്നീട് വീട്ടിലേക്കും ഡ്രൈവ് ചെയ്തിരുന്ന കാലത്ത് വളരെ ദൂരം വളവും തിരിവുമില്ലാത്ത ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി വളരെ വിരസമായിരുന്നു. ആ വഴിയിൽ ഒന്നിലധികം തവണ അനുവദിച്ചതിലും വേഗത്തിൽ വാഹനം ഓടിച്ചതായി ഞാൻ മനസ്സിലാക്കി. ആദ്യം ഹൈവേ പോലീസ് എനിക്ക് മുന്നറിയിപ്പ് നൽകി. പിന്നെ ടിക്കറ്റ് കിട്ടി. പിന്നീട് അതേ സ്ഥലത്ത് വെച്ച് രണ്ടാമത് അവർ എന്നെ പിടിച്ചു. അനുസരിക്കുവാൻ വിസമ്മതിക്കുന്നത് ദൗർഭാഗ്യകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. ഇതിന്റെ ദാരുണമായ ഒരു ദൃഷ്ടാന്തം നല്ലവനും വിശ്വസ്തനുമായ രാജാവായിരുന്ന യോഷിയാവിന്റെ ജീവിതത്തിൽ നിന്നുള്ളതാണ്. ബാബേലിനെതിരായ യുദ്ധത്തിൽ അശൂരിനെ സഹായിക്കുവാൻ മിസ്രയീം രാജാവായ നെഖോ യഹൂദ പ്രദേശത്തുകൂടി നീങ്ങിയപ്പോൾ യോഷിയാവ് അവനെ നേരിടാൻ പുറപ്പെട്ടു. നെഖോ യോഷിയാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ദൈവം എന്നോട് ബന്ധപ്പെടുവാൻ കൽപ്പിച്ചിരിക്കുന്നു. എന്റെ പക്ഷത്തുള്ള ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവനോട് ഇടപെടരുത് എന്ന് പറയിച്ചു. ദൈവം ശരിക്കും നെഖോയെ അയച്ചു. എന്നാൽ നെഖോ പറഞ്ഞ വചനങ്ങളെ കേൾക്കാതെ യോഷിയാവ് മെഗിദ്ദോ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ ചെന്നു. ആ യുദ്ധത്തിൽ യോഷിയാവ് മാരകമായി പരിക്കേറ്റ് മരിക്കുവാനിടയായി. എല്ലാ യഹൂദായും യെരൂശലേമും അവനെക്കുറിച്ച് വിലപിച്ചു. ദൈവത്തെ സ്നേഹിച്ചിരുന്ന യോഷിയാവ് ദൈവത്തെ കേൾക്കാനോ മറ്റുള്ളവരിലൂടെ അവിടുത്തെ ജ്ഞാനം കേൾക്കാനോ സമയമെടുക്കാതെ സ്വന്തം വഴിയിൽ ഉറച്ചു നിന്നത് ഒരിക്കലും നല്ല രീതിയിൽ അവസാനിക്കില്ലെന്ന് ഒടുവിൽ കണ്ടെത്തി. എല്ലായ്പ്പോഴും നമ്മെ തന്നെ പരിശോധിക്കാനും അവിടുത്തെ ജ്ഞാനം ഹൃദയത്തിൽ എടുക്കാനും ആവശ്യമായ താഴ്മ ദൈവം നമുക്ക് നൽകട്ടെ. ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം എവിടെയാണ് ആവശ്യമുള്ളത്? ഇന്ന് അവിടുത്തെ കേൾക്കുവാൻ നിങ്ങൾ എന്തു ചെയ്യും? ദൈവത്തിന് മഹത്വം.